നേമത്ത് NDA സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ 30 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ UDF സ്ഥാനാർത്ഥി കെ ബാബു സ്വരാജിനേക്കാൾ 40 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നേമത്ത് LDF സ്ഥാനാർത്ഥി പിന്നിലാണ് 27 വോട്ടുകൾക്ക്. എലത്തൂരിൽ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ 150 വോട്ടുകൾക്ക് മുന്നിലാണ്. തലശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി 5000-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. നേമത്ത് NDA സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ 30 സ്ഥലത്ത് 30 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. LDF 50 മണ്ഡലങ്ങളിലും UDF 32 മണ്ഡലങ്ങളിലും NDA ഒരിടത്തും അത് PC ജോർജ് പൂഞ്ഞാറിലും ലീഡ് ചെയ്യുന്ന വിവരമാണ് ഇപ്പോൾ സമഗ്രമായി നൽകാനുള്ളത്. കോഴിക്കോട് സൗത്തിൽ MK മുനീറിനേക്കാൾ 100 വോട്ടുകൾക്ക് പിന്നിലാണ് ഈ അബ്ദുൽ വഹാബ് INL സ്ഥാനാർത്ഥി എന്ന വിവരമാണ് ലഭിക്കുന്നത്. LDF 53, UDF 32, NDA 1, മറ്റുള്ളവർ 1. ഇതാണ് ഇപ്പോഴത്തെ ടാലി. കോഴിക്കോട് നോർത്തിൽ A പ്രദീപ് കുമാർ LDF സ്ഥാനാർത്ഥി മുന്നിലാണ്. തൃശ്ശൂരിൽ പാലായിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. KM മാണി പിന്നിലാണ്. പാലായിൽ ഇപ്പോൾ ബാണി സി കാപ്പൻ 13 വോട്ടുകൾക്ക് പാലായിൽ മുന്നിലാണ്. പാലായിൽ KM മാണി ഇപ്പോൾ പിന്നിലാണ്. പിറവത്ത് മന്ത്രി അനൂപ് ജേക്കബ് പിന്നിലാണ്. പിറവത്ത് മന്ത്രി അനൂപ് ജേക്കബ് 100 വോട്ടുകൾക്ക് പിന്നിലാണ്. പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC പുതിയൊരു വിവരം കൂടിയുണ്ട് ഗോപി. കെ സുധാകരൻ ഉദുമയിൽ 1164 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കെ സുധാകരൻ 1164 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു ഉദുമയിൽ. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDF-ന്റെ അല്ല NDA-യുടെ കെ ശ്രീശാന്താണ്. കെ കുഞ്ഞിരാമൻ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. നിലവിലെ MLA കെ കുഞ്ഞിരാമൻ എന്ന വിവരമാണ് ഉദുമയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിലുള്ളത്. കെ സുധാകരൻ 1164 വോട്ടുകൾക്ക് ഉദുമയിൽ ലീഡ് ചെയ്യുകയാണ്. എന്നെ നെല്ലിക്കുന്ന UDF സ്ഥാനാർത്ഥി 1652 വോട്ടുകൾക്ക് അവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുകയാണ്. രണ്ടിടത്തും കാസർഗോഡ് മണ്ഡലത്തിലും ഉദുമയിലും 2ാം സ്ഥാനത്തുള്ളത് BJP സ്ഥാനാർത്ഥികളാണ്. രവിശ തന്ത്രി കുന്ദർ കാസർഗോഡ് മണ്ഡലത്തിലും കെ ശ്രീകാന്ത് ഉദുമ മണ്ഡലത്തിലും 2ാം സ്ഥാനത്തുണ്ട് NDA സ്ഥാനാർത്ഥികൾ. എന്നെ നെല്ലിക്കുന്ന്, കെ സുധാകരൻ എന്നിവർ യഥാക്രമം കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. നല്ല ലീഡ് നിലയായിട്ടുമുണ്ട്. 1919, 1124 എന്നിങ്ങനെ ഈ നിമിഷങ്ങളിൽ നല്ല പ്രധാനപ്പെട്ട ലീഡ് ആ രണ്ടിടത്തും ലഭിച്ചിട്ടുണ്ട്. ആറന്മുളയിൽ നിന്ന് വരുന്ന വിവരം ഇതാണ്. കെ ശിവദാസ് നായർ 30 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി വീണ ജോർജിനേക്കാൾ എന്ന വിവരമാണ് ആറന്മുളയിൽ നിന്നും ലഭിക്കുന്നത്. ആകെ 53 LDF ലീഡ് ചെയ്യുമ്പോൾ UDF 32 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. MV നികേഷ് കുമാർ അഴീക്കോട്ട് 210 വോട്ടുകൾക്ക് KM ഷാജിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ നേമത്ത് ലീഡ് ചെയ്യുന്നു. പൂഞ്ഞാറിൽ PC ജോർജ് ലീഡ് ചെയ്യുന്നു. 53 LDF ലീഡ് ചെയ്യുന്നു. UDF സ്ഥാനാർത്ഥികൾ 32 ലീഡ് ചെയ്യുകയാണ്. പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുഴി അലി UDF സ്ഥാനാർത്ഥി 30 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരം നടന്ന മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. 53 ഇടത്ത് ഇടതുപക്ഷം, 32 ഇടത്ത് UDF, ഒരിടത്ത് NDA, മറ്റുള്ളവർ ഒരിടത്ത്. താനൂരിൽ രണ്ടത്താണ് UDF സ്ഥാനാർത്ഥി പിന്നിലാണ്. ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് താനൂരിൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണ് UDF സ്ഥാനാർത്ഥി പിന്നിലാണ് എന്നാണ് വിവരം. കാസർഗോഡ് 2 LDF, 2 UDF എന്നതാണ് വരുന്ന വിവരം. തിരുവനന്തപുരത്ത് NDA, നേമത്ത് മുന്നേറ്റം നടത്തുന്നു. ഒ രാജഗോപാൽ NDA സ്ഥാനാർത്ഥി പിന്നിലാണ്. തിരുവനന്തപുരത്ത് നിന്നും വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതാണ്. വർക്കലയിൽ LDF സ്ഥാനാർത്ഥി V ജോയ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി വർക്കല കഹാറിനേക്കാൾ 641 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. V ജോയ് വർക്കലയിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി B സത്യൻ 163 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അദ്ദേഹം തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി K ചന്ദ്രബാബുവിനേക്കാൾ 163 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ആറ്റിങ്ങലിൽ. ചിറയൻകീഴിലും LDF സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്യുന്നത്. ചിറയൻകീഴിൽ 361 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി V ശശി ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. C ദിവാകരൻ നെടുമങ്ങാട്ട് ലീഡ് ചെയ്യുന്നു. 92 വോട്ടുകളുടെ ലീഡ് നില അദ്ദേഹത്തിനുണ്ട്. നെടുമങ്ങാട്ട് C ദിവാകരൻ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി പാലോട് രവിയേക്കാൾ 92 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണെന്ന വിവരമുണ്ട്. വർക്കലയിൽ V ജോയ് LDF സ്ഥാനാർത്ഥി, ആറ്റിങ്ങൽ B സത്യൻ LDF സ്ഥാനാർത്ഥി, ചിറയൻകീഴ് V ശശി LDF സ്ഥാനാർത്ഥി, നെടുമങ്ങാട് C ദിവാകരൻ LDF സ്ഥാനാർത്ഥി എന്നിവർ ലീഡ് ചെയ്യുകയാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. 4 മന്ത്രിമാർ പിന്നിലാണ് എന്ന വിവരമാണ്. പാലായിൽ KM മാണി ഇപ്പോൾ മുന്നിലാണ്. കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥി പിന്നിലാണ്. പാലായിൽ KM മാണി മുന്നിലാണ്. പിറവത്ത് അനൂപ് ജേക്കബ് പിന്നിലാണ്. ചവറയിൽ ഷിബു ബേബി ജോൺ പിന്നിലാണ്. 4 മന്ത്രിമാർ ഇപ്പോൾ പിന്നിലാണ്. 53 ഇടത്ത് LDF, UDF 32 ഇടത്ത്, NDA ഒരിടത്ത്. നെടുമങ്ങാട്ട് C ദിവാകരൻ മുന്നിലാണ്. 472 വോട്ടുകൾക്ക് C ദിവാകരൻ മുന്നിലാണ്. കെ ബാബു ഇപ്പോൾ പിന്നിലാണ്. മന്ത്രി കെ ബാബു പിന്നിലാണ്. പിറവത്ത് മന്ത്രി അനൂപ് ജേക്കബ് പിന്നിലാണ്.
പാലായിൽ ഇപ്പോൾ KM മാണി മുന്നിലാണ്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? കണ്ണൂരിൽ പയ്യന്നൂരിൽ സി കൃഷ്ണൻ LDF സ്ഥാനാർത്ഥി 7562 ലീഡ് നില അദ്ദേഹത്തിനുണ്ട്. 7562 വോട്ടുകൾക്ക് അദ്ദേഹം തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സാജിദ് മൊബൈലിനേക്കാൾ സി കൃഷ്ണൻ LDF സ്ഥാനാർത്ഥി പയ്യന്നൂരിൽ ലീഡ് ചെയ്യുന്നു. കല്യാശ്ശേരിയിൽ TV രാജേഷ് 6234 വോട്ടുകളുടെ ലീഡാണുള്ളത്. അമൃത രാമകൃഷ്ണനേക്കാൾ 6234 വോട്ടുകൾക്ക് TV രാജേഷ് ലീഡ് ചെയ്യുകയാണ്. തളിപ്പറമ്പിൽ ജെയിംസ് മാത്യു LDF സ്ഥാനാർത്ഥി 2162 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി രാജേഷ് തമ്പ്യാരേക്കാൾ മുന്നിലാണ്. KC ജോസഫ് ഇരിക്കൂറിൽ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 1079 വോട്ടുകൾക്ക് അദ്ദേഹം KT ജോസ് LDF സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിലാണ്. KC ജോസഫിന് 1079 വോട്ടുകളുടെ ലീഡ് നിലയുണ്ട്. കണ്ണൂരിൽ സതീശൻ പാച്ചേനി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി രാമേന്ദ്രൻ കടന്നപ്പള്ളിയേക്കാൾ 150 വോട്ടുകൾക്ക് മുന്നിലാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് LDF സ്ഥാനാർത്ഥി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മമ്പറം ദിവാകരനേക്കാൾ 2659 വോട്ടുകൾക്ക് മുന്നിലാണ്. AN ഷംസീർ തലശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി 5110 വോട്ടുകൾക്ക് മുന്നിലാണ് AP അബ്ദുള്ളക്കുട്ടിയേക്കാൾ. EP ജയരാജൻ മട്ടന്നൂരിൽ 4345 വോട്ടുകൾക്ക് മുന്നിലാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി KP പ്രശാന്തിനേക്കാൾ. ഇതാണ് കണ്ണൂരിലെ നില. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ മന്ത്രി പിന്നിലാണ്. ഷിബു ബേബി ജോൺ അടക്കം മന്ത്രിമാർ പിന്നിലാണ്. പിറവത്ത് അനൂപ് ജേക്കബ് പിന്നിൽ. ഇരിക്കൂറിൽ പക്ഷേ KC ജോസഫ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ സാജു പോളിന് എതിർ സ്ഥാനാർത്ഥി എൽദോസ് കുന്നപ്പള്ളി 26 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരം ലഭിക്കുന്നു. പെരുമ്പാവൂരിൽ 26 വോട്ടുകൾക്ക് മുന്നിലാണ് പെരുമ്പാവൂരിൽ UDF സ്ഥാനാർത്ഥി എൽദോസ് കുന്നപ്പള്ളി. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഇങ്ങനെയാണ്: 140 സീറ്റുകളിൽ 53 LDF ലീഡ് ചെയ്യുന്നു. UDF 32 NDA നേമത്ത്, പൂഞ്ഞാറിൽ PC ജോർജ് എന്ന സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് നില. 53 LDF, UDF 32 NDA ഒരിടത്ത്, അത് PC ജോർജ് പൂഞ്ഞാറിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കൊല്ലത്ത് ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും, കുണ്ടറയിലെ വിവരം ലഭ്യമായിട്ടില്ല, കരുനാഗപ്പള്ളി ഒഴികെ ബാക്കി എല്ലായിടത്തും LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പത്തനംതിട്ടയിൽ 2ഉം 3ഉമാണ് നില. 3 LDF ലീഡ് ചെയ്യുന്നു, 2 UDF ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ 3 സീറ്റുകൾ ഒഴികെ ബാക്കിയുള്ളിടത്തെല്ലാം LDF ആണ് ലീഡ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ 9 6 LDF, 3 UDF എന്നതാണ് ഇടതുമുന്നണി. ഇപ്പോൾ സംസ്ഥാനത്ത് 53 ലീഡ് ചെയ്യുന്നു. UDF 32, NDA ഒരിടത്ത്, മറ്റുള്ളവർ ഒരിടത്ത്. ലീഡ് നില മാറി വരുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ 53 ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. അതാത് ജില്ലകളുടെ ലീഡ് നില നോക്കാം. തൃശ്ശൂരിൽ 4 ഒഴികെ ബാക്കി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. രണ്ട് മണ്ഡലങ്ങളുടെ ഫലം പുറത്തു വരാനുണ്ട്, ഫലസൂചനകൾ പുറത്തു വരാനുണ്ട്. പാലക്കാട് UDF 3 ലീഡ് ചെയ്യുന്നത്, ബാക്കിയിടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. മലപ്പുറത്ത് LDF 4 ലീഡ് ചെയ്യുന്നു, ബാക്കിയിടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. 53 LDF, 32 UDF, NDA ഒരിടത്ത്. പത്തനാപുരത്ത് ഇപ്പോൾ KB ഗണേഷ് കുമാർ, പത്തനാപുരത്ത് 1504 വോട്ടിന് മുന്നിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ. PV ജഗദീഷ് കുമാറിനേക്കാൾ 1504 വോട്ടിന് മുന്നിലാണ് ഇപ്പോൾ പത്തനാപുരത്ത്. പാലായിൽ KM മാണി ഇപ്പോൾ മുന്നിലാണ്. VS സുനിൽകുമാർ തൃശ്ശൂരിൽ ഇപ്പോൾ മുന്നിലാണ്. വടകരയിൽ KK രമ പിന്നിലാണ് എന്ന സൂചനയാണ് വരുന്നത്. 4 മന്ത്രിമാർ ഇപ്പോൾ പിന്നിലാണ്. പത്തനംതിട്ടയിൽ മാത്യു ടി തോമസ്, പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല മണ്ഡലത്തിൽ മാത്യു ടി തോമസ് LDF സ്ഥാനാർത്ഥി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ജോസഫ് പുതുശ്ശേരിയേക്കാൾ 1368 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. റാന്നിയിൽ രാജു എബ്രഹാം ലീഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ലീഡ് 1080 വോട്ടുകളുടെ ലീഡിൽ അദ്ദേഹം മറിയാമ്മ ചെറിയാനേക്കാൾ മുന്നിലാണ്. രാജു എബ്രഹാം റാന്നിയിൽ ലീഡ് ചെയ്യുന്നു 1080 വോട്ടുകൾക്ക്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മറിയാമ്മ ചെറിയാനേക്കാൾ മുന്നിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി T സിദ്ദിഖ് മുന്നിലാണ്. UDF സ്ഥാനാർത്ഥി കുന്നമംഗലത്ത് PT റഹീമിനേക്കാൾ 111 വോട്ടിന് മുന്നിലാണ് ഇപ്പോഴത്തെ വിവരമനുസരിച്ച്. ആറന്മുളയിൽ UDF സ്ഥാനാർത്ഥി K ശിവദാസൻ നായർ 56 വോട്ടുകൾക്ക് മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി വീണ ജോർജിനേക്കാൾ 56 വോട്ടുകളുടെ ലീഡ് നിലയാണ് K ശിവദാസൻ നായർക്കുള്ളത്. ചിറ്റയം ഗോപകുമാർ അടൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ ലീഡ് ചെയ്യുന്നു. 1815 വോട്ടുകൾക്ക് അദ്ദേഹം KK ഷാജുവിനേക്കാൾ, UDFലെ KK ഷാജുവിനേക്കാൾ മുന്നിലാണ്. കോട്ടയം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 64 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരമുണ്ട്. 53 LDFും UDF 32 സീറ്റുകളിലും NDAയും PC ജോർജും ഓരോ ഇടത്തും ലീഡ് ചെയ്യുന്നു. പിണറായി വിജയന്റെ ലീഡ് നില 2000-ലധികമായി ഉയർന്നിട്ടുണ്ട്. ബേപ്പൂരിൽ LDF സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ 140 വോട്ടുകൾക്ക് മുന്നിലാണ്. ബേപ്പൂരിൽ LDF സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ 140 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പാലക്കാട് ഷാഫി പറമ്പിൽ മുന്നിൽ, KM മാണി പാലായിൽ മുന്നിൽ, കണ്ണൂരിൽ സതീശൻ പാച്ചേനി മുന്നിൽ തുടങ്ങി വിവരങ്ങൾ താഴെ
കൂടെയുണ്ട്. തൃപ്പൂണിത്തുറയിൽ കെ ബാബു മുന്നിലാണ്. ഉദുമയിൽ കെ സുധാകരൻ മുന്നിട്ട് നിൽക്കുന്നു. ഉമ്മൻചാണ്ടി മുന്നിൽ നിൽക്കുകയാണ്. 82 വോട്ടുകളുടെ ലീഡ് നിലയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പുതുപ്പള്ളി LDF സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജെയ്ക്സി തോമസ് LDF സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. 82 വോട്ടുകളുടെ ലീഡ് നിലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തിരുവമ്പാടിയിൽ UDF സ്ഥാനാർത്ഥി 4258 വോട്ടുകൾക്ക് മുന്നിലാണ്. കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന് മുന്നിൽ, കാഞ്ഞങ്ങാട്ട് ഇ ചന്ദ്രശേഖരൻ മുന്നിൽ നിൽക്കുന്നവർ ഇവരാണ്. തൃക്കാക്കരയിൽ PT തോമസ് മുന്നിൽ, കോഴിക്കോട് സൗത്തിൽ MK മുന്നൂർ UDF സ്ഥാനാർത്ഥി മുന്നിൽ, നേമത്ത് NDA സ്ഥാനാർത്ഥി O രാജഗോപാൽ മുന്നിൽ, കൽപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥി CK ശശീന്ദ്രൻ മുന്നിൽ, അഴീക്കോടിൽ LDF സ്ഥാനാർത്ഥി നികേഷ് കുമാർ മുന്നിൽ, മാനന്തവാടിയിൽ OR കേളുഭാസ്റ്റർ മുന്നിൽ, കുന്നമംഗലത്ത് UDF സ്ഥാനാർത്ഥി T സിദ്ദിഖ് മുന്നിൽ, തലശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി AN ഷംസീർ മുന്നിൽ, തളിപ്പറമ്പിൽ ജെയിംസ് മാത്യു മുന്നിൽ, ഇരവിപുരത്ത് തിരുവല്ലയിൽ മാത്യു T തോമസ് മുന്നിൽ, ഇടതുപക്ഷം 53 UDF 32 NDA ഒരിടത്ത്, പൂഞ്ഞാറിൽ PC തോമസ്, കൂത്തുപറമ്പിൽ KK ശൈലജ മുന്നിൽ, കൂത്തുപറമ്പിൽ KK ശൈലജ LDF സ്ഥാനാർത്ഥി മുന്നിൽ. കൂത്തുപറമ്പിൽ KK ശൈലജ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി KP മോഹനേക്കാൾ 568 വോട്ടുകൾക്ക് മുന്നിലാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോയാൽ വർക്കലയിൽ B ജോയ് LDF സ്ഥാനാർത്ഥി മുന്നിൽ, ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി B സത്യൻ മുന്നിൽ, ചിറയൻകീഴിൽ B ശശി LDF സ്ഥാനാർത്ഥി 1437 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാട് UDF സ്ഥാനാർത്ഥി പാലോട് രവി 180 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ 134 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി MA വാഹിദിനേക്കാൾ മുന്നിലാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ 134 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ലീഡ് നില ഇപ്പോൾ 293 ഉയർന്നിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുകയാണ്. അരുവിക്കരയിൽ A റഷീദ് LDF സ്ഥാനാർത്ഥി 2 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ LDF സ്ഥാനാർത്ഥി 275 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നെയ്യാറ്റിൻകരയിൽ LDF-നാണ് ലീഡ് ഉള്ളത്. 275 വോട്ടുകൾക്ക് അദ്ദേഹം അടുത്ത എതിർ സ്ഥാനാർത്ഥി UDF-ലെ R സെൽവരാജിനേക്കാൾ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് 293 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരം തിരുവനന്തപുരത്ത് നിന്നും വന്നിരിക്കുന്നു. 293 വോട്ടുകൾക്ക്. വർക്കലയിലും ആറ്റിങ്ങലും ചിറയൻകീഴും LDF ലീഡ് നില 1000-ന് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതിൽ ആറ്റിങ്ങലിൽ B സത്യൻ 2833 വോട്ടുകൾക്ക് K ചന്ദ്രബാബു UDF സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിലാണ്. പാലോട് രവി നെടുമങ്ങാട് UDF-ന് വേണ്ടി ലീഡ് ചെയ്യുന്നുണ്ട്. 329 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് C ദിവാകരനേക്കാളുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ LDF സ്ഥാനാർത്ഥി കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പെരുമ്പാവൂരിൽ സാജു പോൾ 1123 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽദോസ് കുന്നപ്പള്ളിയേക്കാൾ. തൃക്കാക്കരയിൽ സെബാസ്റ്റ്യൻ പോൾ 3886 വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരമുണ്ട്. തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥി 3886 വോട്ടുകൾക്ക് പിന്നിലാണ്. 140 മണ്ഡലങ്ങളിൽ 53 LDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. UDF-ന് 32 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡുണ്ട്. NDA ഒരു സ്ഥലത്തും PC ജോർജ് പൂഞ്ഞാറിലും ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കണ്ണൂരിൽ 6664 എന്ന നിലയിലേക്ക് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട് സതീശൻ പാച്ചേനി UDF സ്ഥാനാർത്ഥി. കൊല്ലത്ത് ചവറയിൽ LDF സ്ഥാനാർത്ഥി വിജയൻ പിള്ളയാണ് 153 വോട്ടുകൾക്ക് മുന്നിൽ. കൊല്ലത്ത് ചവറയിൽ ഷിബു ബേബി ജോൺ പിന്നിലാണ്. പത്തനാപുരത്ത് ഗണേഷ് കുമാർ 656 വോട്ടുകൾക്ക് മുന്നിലാണ്. ചടയമംഗലത്ത് LDF സ്ഥാനാർത്ഥി മുല്ലക്കര രത്നാകരൻ 99 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇരവിപുരത്ത് LDF സ്ഥാനാർത്ഥി നൌഷാദ് 2992 വോട്ടുകൾക്ക് മുന്നിലാണ്. ചാത്തന്നൂരിൽ LDF സ്ഥാനാർത്ഥി ജയലാൽ 3612 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മഞ്ചേശ്വരത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ വളരെ ശക്തമായ മത്സരം നടക്കുന്നതിന്റെ സൂചനകൾ അങ്ങേയറ്റം നൽകുന്നതാണ്. PB അബ്ദുറസാഖ് UDF സ്ഥാനാർത്ഥി PB അബ്ദുറസാഖ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി K സുരേന്ദ്രനേക്കാൾ വെറും 16 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. PB അബ്ദുറസാഖ് 16 വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ K സുരേന്ദ്രനേക്കാൾ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 378 സീറ്റുകളിലേക്ക് 378 വോട്ടുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. K സുരേന്ദ്രൻ പിന്നിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. PB അബ്ദുറസാഖ് ലീഡ് ചെയ്യുന്നു. UDF-ന്റെ NA നെല്ലിക്കുന്ന് കാസർഗോഡ് ലീഡ് ചെയ്യുന്നു. K സുധാകരൻ ഉദുമയിൽ ലീഡ് ചെയ്യുന്നു. K സുധാകരൻ 4146 എന്ന നാലക്ക സംഖ്യയിലേക്ക് അദ്ദേഹത്തിന് ലീഡ് നില ഉയർന്നിട്ടുണ്ട്. K സുധാകരൻ UDF സ്ഥാനാർത്ഥി ഉദുമയിൽ K കുഞ്ഞിരാമനേക്കാൾ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവിടെ രണ്ടാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി K ശ്രീകാന്താണുള്ളത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ എന്നിവിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് K സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് ഇപ്പോൾ K സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയാണ്. 93 വോട്ടുകൾക്ക് അദ്ദേഹം തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി PB അബ്ദുറസാഖിനേക്കാൾ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് വളരെ പ്രത്യേകത അറിയിക്കുന്ന പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയാണത്. K സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥി ഇപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അബ്ദുറസാഖിനേക്കാൾ 93 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണെന്ന വിവരമാണ് മഞ്ചേശ്വരത്ത് നിന്ന് ലഭിക്കുന്നത്.
വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മഞ്ചേശ്വരത്ത് BJP ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരത്ത് BJPയുടെ ലീഡ് 93 വോട്ടുകളാണ്. PB അബ്ദുൾ റസാഖാണ് രണ്ടാം സ്ഥാനത്ത്. അദ്ദേഹത്തെക്കാൾ 93 വോട്ടുകൾക്ക് K സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയാണ്. അതേസമയം ആലപ്പുഴയിൽ വലിയ മത്സരം നടന്ന കുട്ടനാട് LDF സ്ഥാനാർത്ഥി തോമസ് ചാണ്ടിക്കാണ് ലീഡുള്ളത്. LDF സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി 639 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിലെ കുട്ടനാട് ഹരിപ്പാട് രമേശ് ചെന്നിത്തല 143 വോട്ടിന് ലീഡ് ചെയ്യുന്നു ആലപ്പുഴയിൽ. കാസർഗോഡേക്ക് തന്നെ പോകേണ്ടതുണ്ട്. K സുരേന്ദ്രൻ 93 വോട്ടുകൾക്കാണെങ്കിലും PB അബ്ദുൾ റസാഖിനേക്കാൾ ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട NDA ക്യാമ്പുകളിൽ ആഹ്ലാദം പരത്തുന്ന അദ്ദേഹത്തിന്റെ വോട്ട് നില ലീഡ് നില K സുരേന്ദ്രന്റെ 139 ഉയർന്നിട്ടുണ്ട്. PB അബ്ദുൾ റസാഖ് ലീഗ് സ്ഥാനാർത്ഥിയേക്കാൾ K സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി 139 വോട്ടുകളുടെ ലീഡ് നേടിയിരിക്കുന്നു എന്ന വിവരമാണ് കാസർഗോഡ് നിന്ന് ലഭിക്കുന്നത്. NDA ക്യാമ്പുകളിൽ ആഹ്ലാദം പരത്തുന്ന വാർത്തയാണ്. അഴീക്കോട് KM ഷാജി മുന്നിൽ. അഴീക്കോട് MP നികേഷ് കുമാറായിരുന്നു ഇതുവരെ ലീഡ് നില ഉയർത്തിയിരുന്നത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി KM ഷാജി അഴീക്കോട് ലീഡ് ഉയർത്തി. വളരെ പ്രധാനപ്പെട്ട വാർത്ത, NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ്. NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. നേമത്തും മഞ്ചേശ്വരത്തും. തിരുവനന്തപുരം, കാസർഗോഡ് രണ്ടറ്റങ്ങളിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ NDAക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് വരുന്നത്. നേമത്ത് നിന്നും മഞ്ചേശ്വരത്തു നിന്നും അവർക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണവ. നേമത്ത് K സുരേന്ദ്രൻ 139 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖിനേക്കാൾ എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേമത്ത് രാജഗോപാലും ലീഡ് ചെയ്യുകയാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 93 അല്ല 139 വോട്ടുകളുടെ ലീഡ് നില K സുരേന്ദ്രനുണ്ട്. NDA ക്യാമ്പുകളിൽ ആഹ്ലാദം പരത്തുന്നതാണ്. 53 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. 42 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. നേമത്തും മഞ്ചേശ്വരത്തും NDA ലീഡ് ചെയ്യുന്നു. പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജ് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ നില. 3 ക്യാമ്പുകൾക്കും ആഹ്ലാദവും ആശങ്കയും നൽകുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ K സുരേന്ദ്രൻ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖിനേക്കാൾ 139 വോട്ടുകൾക്ക് മുന്നിലാണ്. നേമത്ത് O രാജഗോപാൽ NDA സ്ഥാനാർത്ഥി BJPയുടെ മുതിർന്ന നേതാവ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. KM മാണിയുടെ ലീഡ് പാലായിൽ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ പാലായിൽ KM മാണി ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് വൈക്കത്ത് LDF സ്ഥാനാർത്ഥി 553 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പ് LDF സ്ഥാനാർത്ഥി 117 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ KC ജോസഫ് 581 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജ് 775 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെയുണ്ട്. നേമത്തും മഞ്ചേശ്വരത്തും മാത്രമല്ല, പാലക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 324 വോട്ടുകളുടെ ലീഡാണ് അവർക്ക് ഷാഫി പറമ്പലിനേക്കാൾ ഉള്ളത്. 324 വോട്ടുകളുടെ ലീഡിന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനേക്കാൾ എന്നതാണ് നില. NDAക്ക് നേമത്തും മഞ്ചേശ്വരത്തും മാത്രമല്ല പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ലീഡുണ്ട്. ശോഭാ സുരേന്ദ്രൻ BJP നേതാവ്, BJP സ്ഥാനാർത്ഥി 324 വോട്ടുകളുടെ ലീഡാണ് അവർക്ക് ഷാഫി പറമ്പലിനേക്കാൾ ഉള്ളത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനേക്കാൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. മൂന്നിടത്താണ് NDA ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ 3ഇടത്താണ് അത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. NDA നേമത്ത്, മഞ്ചേശ്വരത്ത്, ഒപ്പം പാലക്കാട് എന്നിവിടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. ശോഭാ സുരേന്ദ്രന് 324 വോട്ടുകളുടെ ലീഡുണ്ട് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനേക്കാൾ. ഒറ്റപ്പാലത്ത് ഷാനിമോൾ ഉസ്മാൻ 9,000-ൽ പരം വോട്ടുകൾക്ക് പിന്നിലാണ്. NDA 3ഇടത്ത് ഇപ്പോൾ സംസ്ഥാനത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. നേമത്തും മഞ്ചേശ്വരത്തും, ഒടുവിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രനും. ഇടതുപക്ഷം 55 ഇടത്ത്, UDF 49, NDA 2, പൂഞ്ഞാറിൽ PC ജോർജ്, മറ്റുള്ളവരിൽ 1. കുന്നമംഗലത്ത് T സിദ്ദീഖ് 6,521 വോട്ടുകൾക്ക് കുന്നമംഗലത്ത് T സിദ്ദീഖ് മുന്നിലാണ് UDF സ്ഥാനാർത്ഥി. എറണാകുളം ജില്ലയിലേക്ക് പോയാൽ അങ്കമാലിയിൽ റോജി M ജോൺ ലീഡ് ചെയ്യുന്നു. 823 വോട്ടുകൾക്കാണ് റോജി M ജോൺ ലീഡ് ചെയ്യുന്നത്. 823 വോട്ടുകൾക്ക് അങ്കമാലിയിൽ UDF സ്ഥാനാർത്ഥി റോജി M ജോൺ ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ബെന്നി മുഞ്ഞേലിയേക്കാൾ. തൃക്കാക്കരയിൽ PT തോമസ് ആണ് ലീഡ്. PT തോമസിന് 1097 വോട്ടുകളുടെ ലീഡുണ്ട് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോളിനേക്കാൾ. കുന്നത്തുനാട് VP സജീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു 500 വോട്ടുകൾക്ക്. കുന്നത്തുനാട് VP സജീന്ദ്രൻ 500 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഷിജി ശിവജിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമുണ്ട്. പിറവത്ത് അനൂപ് ജേക്കബ് മന്ത്രി പിന്നിട്ട് നിൽക്കുകയാണ് 664 വോട്ടുകൾക്ക്. MJ ജേക്കബിനാണ് LDF സ്ഥാനാർത്ഥിക്കാണ് അവിടെ ലീഡുള്ളത്. 664 വോട്ടുകളുടെ ലീഡുണ്ട് MJ ജേക്കബിന് അനൂപ് ജേക്കബിനേക്കാൾ. റോജി M ജോൺ അങ്കമാലിയിൽ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് UDF ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങൾ വടകര, കുറ്റിയാടി, പേരാബ്ര, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം എന്നിവിടങ്ങളിലാണ്. ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നത് കൊയിലാണ്ടി, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ എന്നിവിടങ്ങളിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ 2ഇടത്ത് മാത്രമാണ് UDF ലീഡ് ചെയ്യുന്നത്. KC ജോസഫ് ഇരിക്കൂറിൽ 2384 വോട്ടുകൾക്ക് മുന്നിലാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി KT ജോസിനേക്കാൾ.
UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് പേരാവൂരിൽ 5 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഈ രണ്ടിടത്ത് മാത്രമാണ് ഇപ്പോൾ ലീഡുള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫിൻ്റെ ലീഡ് നില വെറും 5 വോട്ടുകളുടേത് മാത്രമാണ്. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, കണ്ണൂരിലും ഇപ്പോൾ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് ലീഡ് ചെയ്യുന്നത്. രാമേന്ദ്രൻ കടന്നപ്പള്ളി സതീശൻ പാച്ചേനിയേക്കാൾ 868 വോട്ടുകൾക്ക് മുന്നിലാണ് കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. ഇരിക്കൂരിലും പേരാവൂരിലും മാത്രമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ UDF ലീഡ് ചെയ്യുന്നത്. ഇരിക്കൂറിൽ KC ജോസഫിന് 2384 വോട്ടുകളുടെ ലീഡുണ്ട്. പക്ഷേ സണ്ണി ജോസഫിന് പേരാവൂരിൽ വെറും 5 വോട്ടുകളുടെ മാത്രം ലീഡാണുള്ളത്. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ലീഡിൽ നേരിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 493 ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ലീഡ്. UDF പാലക്കാടുള്ളത്. തൃത്താലയിൽ VT ബൽറാം 1632 വോട്ടിന്റെ ലീഡ്. പട്ടാമ്പിയിൽ CP മുഹമ്മദ് 544 വോട്ടിന് ലീഡ്. ഷൊർണൂരിൽ UDF സ്ഥാനാർത്ഥി സംഗീത 113 വോട്ടുകളുടെ ലീഡ്. ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥി ഉണ്ണി 1644 വോട്ടിന്റെ ലീഡ്. കോങ്ങാട് LDF സ്ഥാനാർത്ഥി വിജയദാസ് 499 വോട്ടിന്റെ ലീഡ്. ആലത്തിയൂരിൽ LDF സ്ഥാനാർത്ഥി പ്രസേനൻ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അവിടെ വീണ്ടും PB അബ്ദുറസാഖ് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. 768 വോട്ടുകൾക്കാണ് ഇപ്പോൾ PB അബ്ദുറസാഖ് K സുരേന്ദ്രനെ പിന്തള്ളിയിരിക്കുന്നത്. PB അബ്ദുറസാഖ് മുന്നിട്ട് നിൽക്കുകയാണ്. LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ്. K സുരേന്ദ്രൻ തൊട്ടുപിന്നിൽ തന്നെയുണ്ട്. 768 വോട്ടുകൾക്ക് അദ്ദേഹം PB അബ്ദുറസാഖ് മുന്നിട്ട് നിൽക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ തോമസ് ഐസക് ആലപ്പുഴയിൽ 21 വോട്ടിന്റെ ലീഡ്. കുട്ടനാട് LDF സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി 2014 വോട്ടിന്റെ ലീഡാണ് തോമസ് ചാണ്ടിക്കുള്ളത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 733 വോട്ടിന്റെ ലീഡ്. കായംകുളത്ത് LDF സ്ഥാനാർത്ഥി പ്രതിഭ ഹരി 286 വോട്ടിന്റെ ലീഡ്. മലപ്പുറത്തേക്കൊന്ന് പോയി വരാം. മലപ്പുറത്ത് UDFന് കൊണ്ടോട്ടിയിൽ KP ബീരാൻകുട്ടി, നിലമ്പൂരിൽ PB അൻവർ, തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തള്ളിയിരിക്കുന്നു. 1939 വോട്ടുകൾക്ക് PB അൻവർ മുന്നിട്ട് നിൽക്കുകയാണ്. നിയാസ് പുളിക്കകത്ത് തിരൂരങ്ങാടിയിൽ UDF സ്ഥാനാർത്ഥി PK അബ്ദുറബ് പിന്നിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. തിരൂരങ്ങാടിയിൽ PK അബ്ദുറബ് 1191 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ ലഭിക്കുന്നത്. PK അബ്ദുറബ് 1191 വോട്ടുകൾക്ക് പിന്നിലാണ്. നിയാസിനാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് 1191 വോട്ടുകൾക്ക്. തിരൂരിൽ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. തവനൂരിൽ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥി P ശ്രീരാമകൃഷ്ണൻ 66 വോട്ടുകൾക്ക് മുന്നിലാണ്. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിൽ 4 ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. ആറന്മുളയിൽ വീണ ജോർജ് ഇപ്പോൾ 808 വോട്ടിന്റെ ലീഡ് നിലനിർത്തിയിട്ടുണ്ട്. തിരുവല്ലയിൽ മാത്യു ടി തോമസ് 1342 വോട്ടിന്റെ ലീഡാണ്. രാജു എബ്രഹാം റാന്നിയിൽ 1576 വോട്ടിന്റെ ലീഡുണ്ട്. അടൂരിൽ ചിറ്റേം ഗോപകുമാറിന് 3017 വോട്ടിന് ലീഡ്. 5 നിയോജക മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ KC ജോസഫ് മുന്നിട്ട് നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥി CF തോമസ് പിന്നിലാണ്. 536 വോട്ടുകൾക്ക് പിന്നിലാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥി CF തോമസ് 536 വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുകയാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി 6417 വോട്ടുകൾക്ക് മുന്നിലാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. പേരാമ്പ്രയിൽ UDFനാണ് മുൻതൂക്കമുള്ളത്. പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി 6417 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 60 സീറ്റുകളിലാണ് LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 49 ഇടത്ത് UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട്. നേമം, മഞ്ചേശ്വരം, പാലക്കാട് എന്നിവിടങ്ങളിൽ NDA ലീഡ് ചെയ്യുകയാണ്. PC ജോർജ് പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് ലീഡ് നില തുടരുകയാണ്. മന്ത്രിമാർ കൂത്തുപറമ്പിൽ KP മോഹനൻ പിന്നിലാണ്. KK ശൈലജയാണ് അവിടെ മുന്നിൽ. തൃപ്പൂണിത്തുറയിൽ K ബാബു ഇപ്പോഴും മുന്നിലാണ് 4200 വോട്ടുകൾക്ക്. തിരൂരങ്ങാടിയിൽ PK അബ്ദുറബ് 2900 വോട്ടുകൾക്ക് പിന്നിലാണ്. പിറവത്ത് അനൂപ് ജേക്കബും പിന്നിലാണ്. സംസ്ഥാനത്ത് ചവറയിൽ ഷിബു ബേബി ജോൺ പിന്നിലാണ്. കൂത്തുപറമ്പിൽ KP മോഹനൻ പിന്നിലാണ്. വളരെ പെട്ടെന്ന് തൃശ്ശൂർ ജില്ലയിലേക്കൊന്ന് പോയി വന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ലീഡ് ചെയ്യുന്നു 219 വോട്ടുകൾക്ക്. UDF സ്ഥാനാർത്ഥി തുളസി ടീച്ചറേക്കാൾ. ഗുരുവായൂരിൽ KV അബ്ദുൽ ഖാദറിന്റെ ലീഡ് നില 1709 ആണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി PM സാദിഖ് അലിയേക്കാൾ. മണലൂരിൽ മുരളി പെരുന്നല്ലി ലീഡ് ചെയ്യുന്നു 836 വോട്ടുകൾക്ക്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ കുട്ടിയേക്കാൾ. അനിലക്കര വടക്കാഞ്ചേരിയിൽ UDF സ്ഥാനാർത്ഥി അനിലക്കര ലീഡ് ചെയ്യുന്നു. 34 വോട്ടുകളാണ് അദ്ദേഹത്തിന്റെ ലീഡ് നില. LDF സ്ഥാനാർത്ഥി മേരി തോമസിനേക്കാൾ അനിലക്കര 34 വോട്ടുകൾക്ക് മുന്നിലാണ്. തൃശൂർ മണ്ഡലത്തിൽ VS സുനിൽകുമാർ CPI നേതാവ് LDF സ്ഥാനാർത്ഥി 2311 വോട്ടുകൾക്ക്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനേക്കാൾ മുന്നിലാണ്. നാട്ടികയിൽ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി 227 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ 2ാം സ്ഥാനത്ത് TV ബാബു NDA സ്ഥാനാർത്ഥിയാണുള്ളത്. നാട്ടികയിൽ 2ാം സ്ഥാനത്താണ് NDA.
ഗീതാ ഗോപി ലീഡ് ചെയ്യുന്നു അവിടെ 227 വോട്ടുകൾക്ക്. പുതുക്കാട് സി രവീന്ദ്രനാഥ് 2088 എന്ന വലിയ ഈ മണിക്കൂറുകളിലെ വലിയ നിലയിലേക്ക് പോയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് അവിടെയും എ നാഗേഷാണ്, NDA സ്ഥാനാർത്ഥിയാണ് പുതുക്കാട്. ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥി BD ദേവസി 76 വോട്ടുകൾക്ക് BD ദേവസി ചാലക്കുടിയിൽ ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥികൾ തൃശ്ശൂരിൽ 2 ഇടത്ത് NDA രണ്ടാം സ്ഥാനത്താണ്. നാട്ടികയിലും ഒപ്പം പുതുക്കാടും NDA രണ്ടാം സ്ഥാനത്താണുള്ളത് തൃശ്ശൂർ ജില്ലയിൽ. എറണാകുളത്ത് 13 മണ്ഡലങ്ങളിൽ 8 ഫലസൂചനകൾ വരുമ്പോൾ 3 LDF, 5 UDF എന്നതാണ്. പെരുമ്പാവൂരിലെ നിലയിൽ ഇപ്പോൾ മാറ്റമുണ്ട്. സാജു പോൾ ഇപ്പോൾ പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി എൽദോസ് കുന്നപ്പള്ളി 460 വോട്ടുകൾക്ക് പെരുമ്പാവൂരിൽ ഇപ്പോൾ മുന്നിലാണ്. അങ്കമാലിയിൽ UDF സ്ഥാനാർത്ഥി റോജി എം ജോൺ 1494 വോട്ടുകൾക്ക് മുന്നിലാണ്. കളമശ്ശേരിയിൽ VK ഇബ്രാഹിം കുഞ്ഞ് UDF സ്ഥാനാർത്ഥി 409 വോട്ടുകൾക്ക് മുന്നിലാണ്. LDFന്റെ ശാരദാ മോഹൻ പരവൂരിൽ 446 വോട്ടുകൾക്ക് മുന്നിലാണ്. ഒരു നിമിഷം ഗോപി, എല്ലായിടത്തും കാസർഗോഡ് 2 സ്ഥലത്തും NDA പിന്നിലേക്ക് പോയിരിക്കുന്നു. മഞ്ചേശ്വരത്ത് PB അബ്ദുറസാഖാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 257 വോട്ടുകൾക്ക്. കാസർഗോഡ് എവിടെയും തന്നെ NDAക്ക് ലീഡ് നിലയില്ല. കാഞ്ഞങ്ങാട് LDF ലീഡ് ചെയ്യുന്നു. ബാക്കി 4 സ്ഥലത്തും UDFന്റെ മുന്നോട്ടം പോക്കാണ് കാണുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പിന്നിൽ പോയിരിക്കുന്നു. VD സതീശൻ പിന്നിട്ട് നിൽക്കുന്നു പരവൂരിൽ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. VD സതീശൻ പിന്നിട്ട് നിൽക്കുന്നു. VD സതീശൻ പിന്നിട്ട് നിൽക്കുന്നു 545 വോട്ടുകൾക്ക് എന്ന വിവരമാണ് ലഭിക്കുന്നത്. NDA 2 ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം നേമത്ത് O രാജഗോപാലും പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനുമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ലീഡ് ചെയ്യുന്ന 2 NDA സ്ഥാനാർത്ഥികൾ. മറ്റുള്ളവയിൽ ഉള്ളത് പൂഞ്ഞാറിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജാണ്. സംസ്ഥാനത്ത് 66 ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. 52 UDF, 2 NDA, മറ്റുള്ളവർ 1. കോട്ടയത്ത് UDFന്റെ നില ഏതാണ്ട് എല്ലായിടത്തും പതിവ് പോലെ തന്നെയുണ്ട്. എന്നാൽ വൈക്കം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ LDF ലീഡ് ചെയ്യുകയാണ്. കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ 50 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി MB ശ്രേയംസ് കുമാറിനേക്കാൾ എന്ന വിവരമാണ് ലഭിക്കുന്നത്. MB ശ്രേയംസ് കുമാർ 50 വോട്ടുകൾക്ക് പിന്നിലാണ് കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ ലീഡ് ചെയ്യുന്നു. PK ജയലക്ഷ്മി ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല 1766 എന്ന നിലയിലേക്ക് ലീഡ് നില ഉയർന്നിട്ടുമുണ്ട്. മാനന്തവാടിയിൽ PK ജയലക്ഷ്മിയുടേത് 7082 വോട്ടുകൾക്ക് മുന്നിലാണ് അവരിപ്പോൾ. 7082 വോട്ടുകൾ, 1766 വോട്ടുകളുടെ ലീഡാണ് അവർക്കുള്ളത്. 68 LDF, 48 UDF, NDA 2 സ്ഥലങ്ങളിൽ നേമത്തും പാലക്കാട്ടും എന്നതാണ് നില. ഇപ്പോഴത് മാറിയിട്ടുണ്ട്. 71 LDF ലീഡ് ചെയ്യുന്നു. 47 UDF ആണ്. NDA 2 സ്ഥലത്ത് നേമത്തും പാലക്കാട്ടും. നേമത്ത് O രാജഗോപാലും പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനും ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പൂഞ്ഞാറിൽ PC ജോർജിന്റെ ലീഡ് തന്നെ തുടരുകയുമാണ്. പാലക്കാട്ട് 9 മണ്ഡലങ്ങളിലെ ഫലസൂചനകളിൽ 3 UDF, 5 LDF, 1 NDA എന്നതാണ് ഇപ്പോഴത്തെ നില. തൃത്താലയിൽ VT ബൽറാം 1632 വോട്ടുകൾക്ക് മുന്നിലാണ്. പട്ടാമ്പിയിൽ മുഹസിൻ 509 വോട്ടുകൾക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നിലാണ്. ഷൊർണൂരിൽ UDF സ്ഥാനാർത്ഥി C സംഗീത 182 വോട്ടുകൾക്ക് മുന്നിലാണ്. ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥി P ഉണ്ണി 2914 വോട്ടുകൾക്ക് മുന്നിലാണ്. കോങ്ങാട് LDF സ്ഥാനാർത്ഥി KV വിജയദാസ് 1383 വോട്ടുകൾക്ക് മുന്നിലാണ്. മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ 297 വോട്ടുകൾക്ക് മുന്നിലാണ്. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ LDF 76 ലീഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ടേബിളിൽ നിന്നും ലഭിക്കുന്ന വിവരം. LDF 76 ലീഡ് ചെയ്യുന്നു. UDFന്റെ ലീഡ് നില 47 സീറ്റുകളിൽ മാത്രമാണ്. NDA നേമത്ത് രാജഗോപാലും പാലക്കാട് ശോഭാ സുരേന്ദ്രനും ലീഡ് ചെയ്യുന്നു എന്ന വിവരം ലഭിക്കുന്നു. PC ജോർജ് പൂഞ്ഞാറിൽ അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക് തുടരുകയുമാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് പിന്നിലാണ്. അൻവർ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും രസകരമായ കാര്യം കേവല ഭൂരിപക്ഷത്തിന്റെ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ആദ്യ ഫല സൂചനകളിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണിയുടെ ലീഡ് നില തുടരുന്നു. സംസ്ഥാനത്തെ 76 LDF ലീഡ് ചെയ്യുന്നു. കണ്ണൂരിൽ നിന്ന് വ്യത്യസ്തമുള്ള ഒരു വിവരമുണ്ട്. അതായത് കണ്ണൂരിൽ എല്ലായിടത്തും, ഇരിക്കൂരിൽ KC ജോസഫിനൊഴികെ ബാക്കി എല്ലായിടത്തും LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പേരാവൂരിൽ 540 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി ബിനോയ് കുര്യൻ മുന്നിട്ട് നിൽക്കുകയാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സണ്ണി ജോസഫിനേക്കാൾ എന്ന വളരെ പ്രധാനപ്പെട്ട ബിനോയ് കുര്യൻ LDF സ്ഥാനാർത്ഥി 540 വോട്ടുകൾക്ക്. ജില്ലതിരിച്ചുള്ള കണക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 14 LDF, 7 UDF, 6 NDA, 1 എന്നതാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലെ അവസ്ഥ. കൊല്ലത്ത് 11 മണ്ഡലങ്ങളിൽ LDF, 10 UDF, 1.
കൊല്ലത്ത് 11 മണ്ഡലങ്ങളിൽ LDF 10, UDF 1. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളിൽ 4 LDF മുന്നേറ്റം നടത്തുന്നു, 1 UDF മുന്നേറ്റം നടത്തുന്നു. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിൽ. ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ LDF 5, UDF 4. ആലപ്പുഴയിൽ LDF 5, UDF 4. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ LDF 3, UDF 5.